ജയഭാരതി എത്ര നേരമായി ഞാൻ വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നു അറിയാമോ? മദനേട്ടനായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും പൂവാളന്മാരായിരിക്കും. അമ്മ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ പോകുമ്പോ ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്ന്. എന്താ കാര്യം? എനിക്ക് ജയഭാരതി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എത്ര കാലമായി ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കണമെന്ന് അറിയോ? പിന്നെന്താ പറയാത്തെ? അതിനാ മരണം, ആ രമണം പുറകിന്ന് മാറിയിട്ട് വേണ്ടേ? രമണേട്ടൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ? അവൻ ആളി ശരിയല്ല. ആര്? രമണേട്ടനോ? ആ, അവന്റെ കളർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ജയഭാരതി കുട്ടിയെ അവനെ മാസം തയ്യാതെ പറ്റതാ. അവന്റെ അളിഞ്ഞ മോന്തെ ആ ചീവീട് പോലത്തെ ശബ്ദവും ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. മദനേട്ടൻ എന്താ പറയണ്ടേ? അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും മദനേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? എവിടെ എവിടെ എനിക്കും കൂടെ കാണിച്ചതാ. അതല്ല, സിനിമ. അതില് ശങ്കര പൂർണിമയോട് പറയും പോലെ പറഞ്ഞാ മതി. ഓ, അതൊക്കെ പണ്ട് കണ്ടതാ, ഇപ്പൊ ഓർമ്മയില്ല. ഈ മദനേട്ടനൊരു കാര്യം, ഇതങ്ങോട്ട് പിടിച്ചേ. ഇങ്ങനെ പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സിലെ താഴ്വരകളിലെങ്ങോ മഞ്ഞുരുകുന്ന ഒരു അനുഭൂതി. ഒരു മഞ്ഞുകൂട്ടി പക്ഷി. എന്ത് കൂട്ടി പക്ഷി? അതാ സിനിമയിൽ ഒരു പക്ഷിയാ. ഒരു മഞ്ഞുകൂട്ടി പക്ഷി പറന്നണയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞാ മതി. പറ മദനേട്ടാ. ഞാൻ പറയാമേ. പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ നാളം കൊണ്ടെന്റെ മനസ്സിന്റെ താഴ്വരയിലെങ്ങോ മഞ്ഞുരുകുന്ന അനുഭൂതി. ഒരു മഞ്ഞു കുട്ടി പക്ഷി പറന്നിറങ്ങി വന്നു. അമ്മച്ചി എപ്പ വന്നു ഞാൻ പറഞ്ഞ? നിന്റെ താഴ്വരയിൽ ഞാൻ മഞ്ഞ് ഉരുക്കി തരാമടാ. ഇതിനാണല്ലേ പമ്മി പമ്മി ചായക്കടയിൽ വേണത്. എന്തൊന്നും പറഞ്ഞാ പറ്റില്ല. മൂന്നിയാക്ക് വളം മറ്റന്നാ തന്നെ വേണം. ഇല്ലെങ്കിൽ പേച്ചിപ്പാറ ഡാമിന്റെ കാര്യമല്ലേ പറയാൻ പറഞ്ഞേ? കൊണ്ടുവരാം. വല്യുണ്ണിയേട്ടാ, ഇതും കൊണ്ട് ഞാൻ എവിടെല്ലാം അവിടെ കൈയോടെ തരാൻ പറഞ്ഞു. ആര്? അത് ഞാൻ പറയൂല, ആരോടും പറയരുതെന്നാ പറഞ്ഞു. പ്രിയപ്പെട്ട എന്റെ വെല്ലുണ്ണിയേട്ടന്, ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്റെ ഉണ്ണിയേട്ടൻ ഒരു പാവാണെന്നും ആ മനസ്സിൽ എല്ലാവരെയും ചൊല്ലിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും. എങ്കിലും വിളക്കെടുക്കാനുള്ള അവകാശം കുഞ്ഞുണ്ണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴും ആരും കാണാത്ത ആ വിങ്ങൽ എനിക്കറിയാം. പിന്നെ എന്റെ ഉണ്ണിയേട്ടന്റെ സ്നേഹം മുതലെടുത്ത് കുഞ്ഞുണ്ണിയും ലക്ഷ്മിയും നടത്താൻ പോകുന്ന കുറെ കള്ളക്കളികളെ കുറിച്ചും ഞാൻ പറഞ്ഞ എന്റെ ഉണ്ണിയേട്ടൻ വിശ്വസിക്കില്ലെന്നറിയാം. സോറി. ഉണ്ണിയേട്ടന്റെ എന്ന് പറയുമ്പോ അത് എന്റെയും കൂടിയാണല്ലോ. ഒക്കെ നേരി പറയാം. കഴിവെങ്കിൽ ഉണ്ണിയേട്ടൻ രാത്രി മുറിയിലേക്ക് വരണം. വെറുതെ ചാരിയ വാതിലിനപ്പുറം ഞാൻ കാത്തിരിക്കും. വരില്ലേ? എന്ന് ഉണ്ണിയേട്ടന്റെ മാത്രം മമത. ചിന്തയിതൊന്നേ വിളക്കും കൊടുത്ത് ഉത്സവം നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അമ്മാവന്റെ മകളല്ലേ, കല്യാണവും നടത്തിക്കളയും എന്നവർ തീരുമാനിക്കും. ഇപ്പോഴവർക്കുള്ള സ്വത്തിന്റെ കൂട്ടത്തിൽ ശിവശങ്കരമേനോന്റെ ഭാഗം കൂടി ചേരുമ്പോൾ ഉണ്ണിയേട്ടൻ രാജീവന്റെ അടിയാനായി മാറും. ഇതൊക്കെ ഉണ്ണിയേട്ടനും ആകാവുന്നതേ ഉള്ളൂ. ഞാൻ വിളക്ക് ഉണ്ണിയേട്ടന് തരുന്നു. ഉത്സവം മറ്റാര് നടത്തുന്നേക്കാളും ഭംഗിയായി ഉണ്ണിയേട്ടൻ നടത്തുന്നു. എന്താ നടത്തിയാൽ അങ്ങനെ ആവാലോ. പിന്നെ ഉണ്ണിയേട്ടൻ കല്യാണത്തെ പറ്റി ചിന്തിക്കാതിരിക്കാനാ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? ഉണ്ണിയേട്ടനല്ലാതെ മറ്റെല്ലാവർക്കും നേട്ടാ. ഒരുപക്ഷെ ഉണ്ണിയേട്ടന്റെ സന്തതി പരമ്പരകളെ ഒഴിവാക്കാനുള്ള അവരുടെ ഒരു അടവായിക്കൂടെ? ഇനി അഥവാ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ തന്നെ
അത് സഹിക്കാനും കൂടെ ഞാൻ തയ്യാറാ. എന്റെ ഉണ്ണിയേട്ടനെ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി അവളും കുഞ്ഞുണ്ണിയേട്ടനും ചേർന്ന് കളിക്കുന്ന കളിയാ. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന വേറെ ആരുമില്ല, ആ കുഞ്ഞുണ്ണിയേട്ടന്റെ തന്തയും തള്ളയാ. കൊല്ലം ഞാൻ. നീ ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കല്ലേ? പോരുത്. നിന്റെ ഉള്ളിലിരുപ്പ് എനിക്ക് മനസ്സിലായി. വല്യത്ത ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ തറവാട് കുളന്തോട്ടയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇല്ല, ഇവള് ഇവിടെ തന്നെ താമസിക്കും. രണ്ടിലും നിറഞ്ഞിട്ടേ ഇവിടുന്ന് പോവും. എന്നാൽ അതിനൊന്ന് കാണുമല്ലോ. എന്താ പ്രശ്നം? ആരെങ്കിലും എനിക്കൊന്ന് പറ. എന്താടി പറഞ്ഞ കാര്യം? ഈ കുഞ്ഞുണ്ണിയേട്ടൻ എന്നെ ഞാൻ ഈ വെല്ലുണ്ണിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അയ്യോ, ഞാൻ സത്യമായിട്ടും അമ്മ ഇവളെ നീ ഒന്നും പറയണ്ട. നീ ഇവളോട് കാണിക്കുന്ന തോന്നിയാസം ഏത് പെണ്ണിനോടും ആകാമെന്ന് കരുതിയാൽ നിന്നെ പീസ് പീസായിട്ട് വെട്ടിത്തുറക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ചുപാറ ഡാമിൽ എറിയും ഞാൻ. ഉണ്ണി, നീ എന്തൊക്കെയാ പറയണേ? മലയാളം. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ സ്വന്തം മകന്റെ ദോഷങ്ങളൊന്നും കണ്ടില്ലാന്ന് നടിച്ച നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കളി അവസാനിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ശിവശങ്കര മേനോന് മകൾ ഒന്നേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന മമതയാണ്. കുടുംബത്തിലെ മൂത്ത മകൻ ഈ രാമകൃഷ്ണൻ ഉണ്ണിയാണെങ്കിൽ വിളക്ക് ഞാൻ എടുക്കും. ഉത്സവം ഞാൻ തന്നെ നടത്തും. സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗം വാങ്ങി പിരിയാം. കേട്ടില്ല എല്ലാവരും? അത് തന്നെയാണ് എന്റെ ശരി. അതെ, പിരിയുകയാണ്. ഭാഗം വാങ്ങിയല്ല, വാങ്ങാതെ തന്നെ. നിശ്ചയിച്ച ദിവസത്തിനെ ഉത്സവത്തിന് കൊടിയേറുകയും ചെയ്യും. പക്ഷെ അന്ന് വിളക്കെടുക്കുന്നത് മരിച്ചുപോയ ശിവശങ്കരന്റെ അമ്മാവന്റെ യഥാർത്ഥ മകളായിരിക്കും. എന്റെ മോൻ പാന്റ് ഇടും, നിക്കറിടും. ചിലപ്പോ ഒന്നും എടുക്കാതെ നടക്കും. അതൊക്കെ അവന്റെ ഇഷ്ടം. സൗകര്യമുള്ളവര് നോക്കിയാ മതി പുല്ലുകളെ. ഇങ്ങനെയാണെങ്കിൽ അധികം താമസിക്കാതെ മോൻ തുണി കൊടുക്കാണ്ട് നടക്കണ കാണാം. ആ തലവറുത്ത ശിങ്കാരി വന്ന് കയറിയപ്പോഴേ കരുതിയത് ഇവിടെ പലതും നടക്കുന്നു. എടി, അസൂയിക്ക് മരുന്നില്ല. നിനക്കൊരു മോനുണ്ടല്ലോടി, ഒരു വായി നോക്കി. വെറുതെ പെമ്പിള്ളേര് മൂത്ത് നോക്കി നടക്കാനല്ലാതെ അവനെ കൊണ്ട് എന്ത് സാധിക്കൂടി? എന്റെ മോനെ ആണാണടി. ആണായിരുന്നു, പക്ഷെ ഇപ്പൊ ആണും പെണ്ണും കേട്ട പരിവായിന്നേ ഉള്ളൂ. നിന്റെ മനസ്സിലിരിപ്പ് പോലെ അടി നിന്റെ കാര്യങ്ങളും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എനിക്ക് ഇവൾക്ക് ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിലടിക്കാൻ സ്വന്തമായി ചോര ചെക്കന്മാരെങ്ങളുണ്ട്. നീ കുറെ കാലമായല്ലോടി. ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കൂല, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തോ അടുത്തോടി പോത്തെ. എന്നാലും തള്ളക്ക് എന്നാലും ആ പെങ്കൊച്ച് നമ്മുടെ വല്യുണ്ണിയേട്ടനെ ഇങ്ങനെ മാറ്റിയെടുത്ത് കളഞ്ഞല്ലോ. സമ്മതിക്കണം. അവളും ഇടിക്കേടാ. എന്റെ മോൻ അങ്ങനെ അബദ്ധമൊന്നും കാണിക്കില്ല. അപ്പൊ എന്തോ തീരുമാനിച്ചു? അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കുപ്പാക്കി. ഇവിടെ ചില അവളുമാരുണ്ടല്ലോ, അവര് വിചാരിക്കുന്നതാണോ നടക്കുക, ഞാൻ വിചാരിക്കുന്നതാണോ നടക്കുക എന്ന് എനിക്കൊന്നറിയണം.